കേരള വാർത്തയിലേക്ക് സ്വാഗതം. ആലുവയിലെ കയ്യേറ്റമൊഴിപ്പിക്കാൻ എത്തിയവർക്കെതിരെ വധഭീഷണി മുഴക്കിയവർ കുടുങ്ങും. ദേശീയപാത ബൈലൈൻ കയ്യേറ്റമൊഴിപ്പിക്കാനെത്തിയ നഗരസഭ ഉദ്യോഗസ്ഥർക്കെതിരെയും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നേരെയും വധഭീഷണി മുഴക്കിയവർക്കെതിരെ പരാതിയുമായി നഗരസഭയും ബിജെപിയും. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ വധഭീഷണി മുഴക്കിയവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി ആലുവ മണ്ഡലം പ്രസിഡന്റ് എം.യു. ഗോപകൃഷ്ണൻ, മുനിസിപ്പൽ പ്രസിഡന്റ് ആർ. പത്മകുമാർ, കൗൺസിലർ എൻ. ശ്രീകാന്ത് എന്നിവർ ആവശ്യപ്പെട്ടു. വനിതാ ഉദ്യോഗസ്ഥരെയടക്കം അസഭ്യം പറഞ്ഞിട്ടും നഗരസഭാ ഭരണകർത്താക്കൾ മിണ്ടാതിരിക്കുന്നത് കയ്യേറ്റക്കാർക്കുള്ള പ്രോത്സാഹനവും മൗനാനുവാദവുമാണ്. ഇതിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ വീഡിയോ കാര്യം പറഞ്ഞേക്കാം. കൊലപാതകം കൂടാന്ന് പടപെടുന്ന കുത്തിക്കൊല്ലണ. പക്ഷെ നീ വീഡിയോ ഓപ്പൺ പിടിച്ചുകൊടുക്കണ്ട. അവളെ കാര്യം പറഞ്ഞേക്കാം. മറയിലുണ്ട് അല്ല ഒരാൾ കൊന്നത്. കേട്ടാക്കല്ലിട്ട് കാര്യം പറഞ്ഞേക്കാം. മുനിസിപ്പാലിറ്റി പറ്റില്ല. ആൾക്കാർക്ക് എല്ലാവർക്കും ആഗ്രഹിക്കണം. അപ്പോൾ മുനിസിപ്പാലിറ്റിനെ പോലും പിണറായിനെ പോലും മോഡിനെ പോലും എനിക്ക് മോഡിനെ പേര് വെച്ച് അള്ളാനെ വേണ്ടി ഞാൻ ജയിലിലൊക്കെ പോയി രണ്ടും ജയിലിലോട്ട് പോകാൻ നേരാണ്. അല്ലാണ്ട് നീ വോട്ട് കൊടുത്താൽ പേടിക്കാനൊക്കെ ഉണ്ടാവും. അതിന് ആൾക്കാർ കൂടി അല്ല നീ ആ പിണറായിയുടെ വീട്ടിലാ മറ്റേ മോഡിയുടെ വീട്ടിലല്ല അവിടെ പോയി വോട്ട് കൊടുക്കുന്നത്. മോഡി കുറേ നാൾ ഞങ്ങളുടെ മാർക്കിനൊക്കെയാണ് നടക്കുന്നത്. ഇങ്ങനെ ആ പരിപാടി നടക്കുകയില്ല. കുട്ടി